ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എൻ്റെ പേര് യദു, എക്സാമിനർ ഫാമിലിയിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ +1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി അല്ലേ. കൊമേഴ്സ് സ്ട്രീം വേണോ, സയൻസ് സ്ട്രീം വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെ മക്കൾ ഇതാ കൺഫ്യൂഷൻ അടിച്ചൊക്കെ നിൽക്കുന്നവരുണ്ടാവും, ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ടാവും, പിന്നെയോ ചൂസ് ചെയ്തവരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ എന്താ നിർബന്ധപ്രകാരമൊക്കെ ഏതെങ്കിലും സ്ട്രീം ചൂസ് ചെയ്തവരുണ്ടാവും. വളരെ യെസ് എനിക്ക് കൊമേഴ്സ് മതി അല്ലെങ്കിൽ എനിക്ക് സയൻസ് തന്നെ വേണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു തീരുമാനങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ട്രീം ചൂസ് ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം കൊമേഴ്സിലേക്ക് വരുന്ന മക്കൾക്ക് അടിപൊളിയായിട്ട് കൊമേഴ്സൊക്കെ ചൂസ് ചെയ്ത് പഠിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൊമേഴ്സിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ പലർക്കും ഉണ്ടാകും അല്ലേ. കാരണം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളല്ല ഇനി നമുക്ക് കൊമേഴ്സ് പഠിക്കാനുള്ളത്. കാരണം സയൻസ് ഒക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വലിയ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുന്നു അല്ലേ. പക്ഷേ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അറിയാത്ത പുതിയ കുറച്ച് സബ്ജക്റ്റുകളാണ് എന്ന് പലർക്കും അറിയാം. പക്ഷേ ഏതൊക്കെയാണ് ആ സബ്ജക്റ്റുകൾ എന്നറിയോ? ഇല്ലല്ലോ. നമുക്ക് ആദ്യം അതൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ വരുന്നത് 2 കാറ്റഗറി ആയിട്ടാണ്. നമ്മൾ 10th പഠിച്ച പോലെയല്ല. ഓക്കെ, നമുക്ക് 2 കാറ്റഗറി ആയിട്ട് നമ്മളെ സബ്ജക്റ്റുകളെ ഒന്ന് മാറ്റണം. അത് ഒന്നാമത്തെ കോർ സബ്ജക്റ്റുകളും മറ്റൊന്നാണ് ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ്. ഓക്കെ, കോർ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൊമേഴ്സ് എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും കൊമേഴ്സിൽ പഠിക്കേണ്ട സബ്ജക്റ്റ് ഇതാണ്. ഓക്കെ, ഈ ഒരു 4 നമ്മളെ +1ലേക്ക് വരുന്ന സമയത്ത് ലാംഗ്വേജസ് വരുന്നേ ഉള്ളൂ. അല്ലാതെ ഈ 3 നമ്മുടെ മെയിൻ ഐറ്റം. ഓക്കെ, റെഡി. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഈ 4 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്കൂളുകൾക്കനുസരിച്ച് അവിടെ നമുക്ക് ഇതിൽ ഏത് സബ്ജക്റ്റുകളാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ആവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് വേണമെങ്കിൽ മാത്സ് ഉള്ള സ്കൂളുകൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോ സബ്ജക്റ്റുകളും എന്തൊക്കെയാണ് നിങ്ങളതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടേ വേണ്ടേ? യെസ്, അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് അക്കൗണ്ടൻസിയാണ്. അറിയാം, പലരും ഇപ്പോഴേ കേട്ടിട്ടുണ്ടാവും, അക്കൗണ്ടൻസി ടഫാണ്, അക്കൗണ്ടൻസി അങ്ങനെയാണ്, പ്രോബ്ലം ആണ് എന്നൊക്കെയുള്ള അല്ലേ. യെസ്, അപ്പോൾ എന്താണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പഠിക്കാനുള്ള കൊമേഴ്സിലെ നമ്മളെ കണക്കുകളൊക്കെ വരുന്ന എവിടെയാണ്? അക്കൗണ്ടൻസിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അയ്യോ പെട്ടല്ലോ ഭഗവാനെ, കണക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് കൊമേഴ്സ് എടുത്തത്, അപ്പോൾ അവിടെ കുടുങ്ങുമോ അല്ലേ? യെസ്, അങ്ങനെയല്ല. നമുക്ക് നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങൾ, ഒരു കമ്പനി, കോർപ്പറേറ്റ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കും അല്ലേ. അതല്ലേ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കമ്പനീൻ്റെ ലാഭം നഷ്ടങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. അക്കൗണ്ടിങ് എന്നൊക്കെ കേട്ടില്ലേ അല്ലേ, അക്കൗണ്ടന്മാരെന്ന് കേട്ടില്ലേ, അവരുടെ വർക്കാണിത്. ഏത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അല്ലെ. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ എന്തെല്ലാം വരവുണ്ട്, എന്തെല്ലാം ചെലവുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. യെസ്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, അക്കൗണ്ടൻസിയിലൂടെ പഠിക്കുന്നത്. നമുക്ക് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും, കണക്കുകളും കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്നതിലൂടെയാണ്, അക്കൗണ്ടിങ്ങിലൂടെയാണ്, അക്കൗണ്ടൻസിയിലൂടെയാണ്. ആ കാര്യമാണ് അക്കൗണ്ടൻസി. ദെൻ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്തോ ഇപ്പം തന്നെ പലർക്കും ആഗ്രഹം ഉണ്ടാവും, ഭാവിയിൽ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണം, ഒരു ബിസിനസ് മാൻ ആവണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. യെസ്, അപ്പം നമുക്ക് എന്തറിയണം, ബിസിനസ് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് നമുക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് അറിയേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ബിസിനസ് സ്റ്റഡീസിലൂടെ പഠിക്കുന്നത്. ഓക്കെ, പിന്നെയോ നമുക്ക് എക്കണോമിക്സ് വരുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മുടെ എക്കണോമി, നമ്മളെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, നമ്മുടെ +1 കേസ് പറയുകയാണെങ്കിൽ നമ്മളെന്താണ് ഇന്ത്യൻ എക്കണോമി സ്റ്റാറ്റി എന്നിങ്ങനെ 2 ബുക്കുകളായിട്ടാണ് എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത്. +2ലേക്ക് വരുന്ന സമയത്ത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ 2 ബുക്സായിട്ട് അവിടെയും പഠിക്കും. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലേ നമ്മുടെ എക്കണോമി. മുൻപ് എങ്ങനെയായിരുന്നു, നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ ഏതൊക്കെ സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്, ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോഴുള്ള എക്കണോമിൻ്റെ കാര്യങ്ങൾ, പണവിനിമയങ്ങളും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് പഠിക്കുന്നത്? എക്കണോമിക്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മുടെ +1 കൊമേഴ്സിലെ കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ലാംഗ്വേജും. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ. കമ്പ്യൂട്ടർ നമുക്കറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കും. അതായത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് പഠിക്കാറുണ്ട്. പിന്നെ മാത്സ്, അയ്യോ പെട്ടല്ലോ പഠിച്ചോനെ മാത്സ്
ആണോ? അല്ല. മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് അത്രയ്ക്ക് ബുദ്ധിമുട്ടിയൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ലീനിയർ ഇക്വേഷൻസും അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്താണ് ട്രിഗണോമെട്രി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് വരുന്നത്. പക്ഷേ സയൻസിൽ പഠിക്കാനുള്ള പോലെ തന്നെയാണെങ്കിൽ കൂടി അവർക്ക് വരുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വൈഡായിട്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടഫായിട്ടും ബുദ്ധിമുട്ടായിട്ടും അല്ല മാത്സ് +1 കൊമേഴ്സിൽ വരുന്നത്. സിമ്പിളാണ്. ഓക്കെ, യെസ്. പിന്നെയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ എക്കണോമിക്സിൽ പഠിക്കുന്ന ആ കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റി എന്ന് പറയുന്ന സമയത്ത് എക്കണോമിക്സിൽ നമുക്ക് എന്താണ് സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് കുറേ മെഷർമെൻറ്റ് നമുക്ക് ചെയ്യാണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയെടുക്കും. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എന്താണ് കുറച്ചുകൂടെ എന്താണ് വൈഡായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. റെഡി? അതായത് കുറച്ചുകൂടെ പ്രോബ്ലം നമുക്ക് വരുന്നുണ്ട്, പക്ഷേ പ്രോബ്ലം അങ്ങനത്തെ പ്രോബ്ലം ഒന്നല്ല. നല്ല ഇക്വേഷനൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അടിപൊളി സാധനമാണ്. പിന്നെ നമുക്കറിയുന്ന പൊളിറ്റിക്കൽ സയൻസ് കാര്യങ്ങളുമാണ് വരാൻ പോകുന്നത് ഓപ്ഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് ഈ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് എന്തെന്ന് +1 കൊമേഴ്സിനെ കുറിച്ച് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജുകൾ. ഓക്കെ, യെസ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ക്ലാസ്സൊക്കെ തുടങ്ങട്ടെ. ഇവിടെ നമ്മൾ കൊമേഴ്സ് ഫാക്കൽറ്റീസ്, ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് അതൊക്കെ പഠിപ്പിച്ചു തരാൻ. ഓക്കെ, അതിലൊരാളാണ് സാർ. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് കാണാം അല്ലേ? ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അതുവരെ ബൈ.